10 വർഷത്തിനിടയിൽ ഏതാണ്ട് 2.5 ലക്ഷത്തിലേറെ സോഷ്യൽ റെന്റ് ഹോമുകൾ അപ്രത്യക്ഷമായതായി സർക്കാരിന്റെ കണക്കുകൾ. 2013 ഏപ്രിലിനും 2023 ഏപ്രിലിനും ഇടയിലായി ലോക്കൽ അതോറിറ്റികളുടെയും ഹൗസിംഗ് അസോസിയേഷനുകളുടെയും ഉടമസ്ഥതയിലുള്ള സോഷ്യൽ ഹൗസിംഗ് ഹോമുകളുടെ എണ്ണത്തിൽ 2,60,464 വീടുകളുടെ കുറവുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ സോഷ്യൽ ഹോമുകൾ വിൽക്കുകയോ അതല്ല എങ്കിൽ അവ ഇടിച്ചുപൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയോ ആണെന്ന് ഷെൽട്ടറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പോളി നിറ്റെ പറഞ്ഞു. സോഷ്യൽ ഹൗസിംഗിന്റെ ആവശ്യക്കാരായി 13 ലക്ഷത്തോളം പേർ ഇപ്പോഴും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. കയ്യിൽ ഒതുങ്ങാവുന്ന തരത്തിൽ ഒരു വീടിനായി ഇത്രയും പേർ കാത്തിരിക്കുമ്പോഴാണ് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം. ആവശ്യത്തിന് സോഷ്യൽ ഹോമുകൾ ഇല്ലാതായതോടെ രാജ്യം മറ്റൊരു റെക്കോർഡിലേക്ക് കടക്കുകയാണെന്ന് പോളി നിറ്റെ പറയുന്നു. 1.5 ലക്ഷത്തോളം കുട്ടികളാണ് ഇപ്പോൾ വീടുകളില്ലാതെ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നത്. ഇത് എക്കാലത്തെയും ഉയർന്ന സംഖ്യയാണെന്നും അവർ പറയുന്നു. സ്വകാര്യ വീടുകളുടെ വാടക കുതിച്ചുയർന്നതും ജീവിത ചെലവ് പ്രതിസന്ധിയിൽ പലർക്കും വാടക നൽകാനാകാതെ വീട് ഒഴിയേണ്ടി വന്നതുമെല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. ഇംഗ്ലണ്ടിലെ സോഷ്യൽ ഹോമുകളുടെ എണ്ണം കുറയാൻ പല കാരണങ്ങളുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തേണ്ടി വരുന്നത് അതിലൊരു കാരണമാണ്. പുതിയ റൈറ്റ് ടു ബൈ പദ്ധതി വഴി കൗൺസിൽ വീടുകളിലെ വാടകക്കാർക്ക് അത് വാങ്ങാൻ കഴിയുമെന്ന നില വന്നതോടെ പലരും ഇത്തരം വീടുകൾ സ്വന്തമാക്കിയത് മറ്റൊരു കാരണം. ഹൗസിംഗ് പ്രൊവൈഡർമാർ ഇത്തരം സ്ഥലങ്ങളെ കൂടുതൽ വിപണി മൂല്യം കിട്ടുന്ന വിധത്തിൽ രൂപഭേദം വരുത്തി വിൽക്കുന്നതും ഒരു കാരണമാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.